Hello students, welcome back to Defense for Malayalam. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് NDA 1 2025 ന്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. The next question is 65. What is the equation of the plane passing through the point 1, 1, 1 and perpendicular to the line whose direction ratios are 3, 2, 1? ഇവിടെ നമുക്ക് നമ്മുടെ പ്ലെയിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ? ഒരു പോയിന്റിന്റെ ഇക്വേഷൻ, പ്ലെയിനിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് 1, 1, 1. അതുപോലെ തന്നെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈനും തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പ്ലെയിനോട് ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ. ഈ ലൈൻ ഈ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ്. ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് 3, 2, 1 ആൻഡ് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് 1, 1, 1. അപ്പോൾ പോയിന്റ്സിന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? പോയിന്റ് എടുക്കുക, x1, y1, z1, അങ്ങനെയാണ് നമ്മൾ പോയിന്റ് എടുക്കുക അല്ലേ? സോ അതാണ് ഈ തന്നിട്ടുള്ള 1, 1, 1. ദെൻ ഡയറക്ഷൻ റേഷ്യോസിനെ നമ്മൾ എങ്ങനെ എടുക്കാറ്? ദാറ്റ് ഈസ് ABC എന്ന് പറഞ്ഞിട്ട് എടുക്കും. സോ ആ ABC ആണ് നമുക്ക് തന്നിട്ടുള്ള ഈ 3, 2, 1 എന്ന് പറയുന്ന പോയിന്റ്സ്. ഇത് രണ്ടും നമുക്ക് പെർപെൻഡിക്കുലർ ആയത് കാരണം ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈനും നോർമൽ ഓഫ് ദ പ്ലെയിനും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ABC എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഇനി ഡയറക്റ്റ് നമ്മുടെ പ്ലെയിൻ്റെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ എങ്ങനെ എഴുതാം? നമ്മൾ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് ഇസ് ഈക്വൽ ടു A into x minus x1 plus b into y minus y1 plus c into z minus z1 is equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് ആയിട്ട് തന്നിട്ടുള്ളത് 1, 1, 1 ആണ്. x1, y1, z1 ഈ പോയിന്റ് ഏതൊക്കെയാണ്? 1, 1, 1 ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ആയി തന്നിട്ടുള്ള ABC എന്ന് പറയുന്നത് 3, 2, 1. അപ്പോൾ എല്ലാ വാല്യൂസും ഉണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A into A is 3. So 3 into x minus x1ന്റെ വാല്യൂ 1 ആണ്. പ്ലസ് b is 2. So 2 into y minus 1 plus 1 into z minus 1 equal to 0. ഇനി നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. സോ 3x minus 3 plus 2y minus 2 plus z minus 1 equal to 0. ഇനി നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ നോക്കിയേ. 3x plus 2y plus z അതെല്ലാം നമ്മൾ എഴുതി. കോൺസ്റ്റൻസ് എല്ലാം നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാം. കോൺസ്റ്റൻസ് -3, -2 ആൻഡ് -1 ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ +3 അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഇതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 2 + 1. അതുകൊണ്ട് തന്നെ 3x + 2y + z is equal to ഈ വാല്യൂ എന്താണ്? 3 + 2 5, 5 + 1 6. സോ ഇതാണ് റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ. 3x + 2y + z equal to 6. ഓപ്ഷൻസ് നോക്കിയേ. 3x + 2y + z is equal to 6. ഇതേപോലെ മറ്റൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്, പക്ഷേ അത് ടിക്ക് ചെയ്യരുത്, കാരണം ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3x + 2y + z equal to 6 എന്നാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി is the answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A line makes angles alpha, beta and gamma with the positive direction of the coordinate axis. If A vector is equal to sin square alpha into I cap plus sin square beta into j cap plus sin square gamma into k cap and P vector is equal to I cap plus j cap plus k cap, then what is A dot B equal to? A dot B എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എയും ബിയും രണ്ട് വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിന്ന് A dot B കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ വെക്ടേഴ്സ് ഒന്ന് എഴുതാം. എ വെക്ടർ തന്നിട്ടുള്ളത് സൈൻ സ്ക്വയർ ആൽഫ ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ ഇൻറ്റു ജെ ക്യാപ്പ് ആൻഡ് സൈൻ സ്ക്വയർ ഗാമ ഇൻറ്റു കെ ക്യാപ്പ്. അത് കഴിഞ്ഞ് ബി വെക്ടർ തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് ജസ്റ്റ് ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ്. എ ഡോട്ട് ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എ ഡോട്ട് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ജസ്റ്റ് ഇതിൻ്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? സൈൻ സ്ക്വയർ ആൽഫ ഇൻറ്റു ഇവിടെ എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻ്റ് 1 ആയിരിക്കും, നമുക്ക് വേറെ ഡിജിറ്റ്സ് ഒന്നുമില്ല. സോ 1 ആയിട്ട് എടുക്കാം. സൈൻ സ്ക്വയർ ആൽഫ ഇൻറ്റു 1 ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സിമിലർലി സൈൻ സ്ക്വയർ ബീറ്റ ഇൻറ്റു 1 സൈൻ സ്ക്വയർ ബീറ്റ ആൻഡ് പ്ലസ് സൈൻ സ്ക്വയർ ഗാമ. അപ്പോൾ 3Dയിൽ നമുക്ക് ആംഗിൾസിൻ്റെ റിലേഷൻ എങ്ങനെ അറിയാം? 3Dയിൽ ആംഗിൾസ് ഉണ്ടാക്കുമ്പോൾ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1 ആണെന്നുള്ള റിലേഷൻ നമുക്കറിയാം. സൈൻ സ്ക്വയറിൻ്റെ ടേംസിലല്ല നമുക്കറിയാവുന്ന ഇക്വേഷൻ. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെല്ലാത്തിനും കോസ് സ്ക്വയറിൻ്റെ ടേംസിലാക്കിയാൽ മതി. സൈൻ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ കോസ് സ്ക്വയറിൻ്റെ ടേംസിലാക്കാം? ജസ്റ്റ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ ഞാൻ സൈൻ സ്ക്വയർ ആൽഫേനെ 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് 1 മൈനസ് കോസ് സ്ക്വയർ, എല്ലാം കോസ് സ്ക്വയർ ആക്കാണ്. സോ കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് 1 മൈനസ് കോസ് സ്ക്വയർ ഗാമ. ഇനി ആഡ് ചെയ്ത് നോക്കിയേ. 1 + 1 2, 2 + 1 3. 3 ഉണ്ട്, എല്ലാത്തിലും മൈനസ് ഉണ്ട്. സോ നമുക്ക് ആ മൈനസ് ഒന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇൻറ്റു കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ.
ഇതെല്ലാത്തിനും നമ്മൾ നെഗറ്റീവ് പുറത്തെടുത്തപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. സോ 3 minus cos square alpha plus cos square beta plus cos square gamma is 1. That means 3 minus 1 which is equal to 2. So A dot B യുടെ വാല്യൂ 2 ആണ്. Option D is the answer. A dot B equal to 2. Next question, 67th one. Consider the following statements in respect of the vector D vector is equal to A cross B cross C. അല്ലേ, ഡി വെക്ടർ എന്ന് പറയുന്നത് എ ക്രോസ് ബി ക്രോസ് സി. ഇത് കാണുമ്പോൾ നമുക്ക് ആരെയും മൈൻഡിൽ വരേണ്ടത്? നമ്മുടെ വെക്ടറിൻ്റെ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ് അല്ലേ. 3 എണ്ണം വരുമ്പോൾ വെക്ടറിൻ്റെ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ് തന്നിട്ടുള്ള ഈ വെക്ടർ ഡി. ഇനി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഡി വെക്ടർ ഇസ് കോപ്ലാനാർ വിത്ത് എ ആൻഡ് ബി. ഡി വെക്ടർ എൻ്റെയും ബിൻ്റെയും കൂടെ കോപ്ലാനാർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഡി വെക്ടർ ഇസ് പെർപെൻഡിക്കുലർ ടു സി വെക്ടർ. ഇതാണ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബവ് ഈസ് ഓർ ആർ കറക്റ്റ്? അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രിപ്പിൾ പ്രോഡക്റ്റ് അറിയെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ വേഗം കിട്ടും. എന്താണ് നമ്മൾ ട്രിപ്പിൾ പ്രോഡക്റ്റ് പറയുന്നത്? വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. അതായത് നമ്മുടെ വെക്ടറിൽ 3 വെക്ടേഴ്സ് എ ക്രോസ് ബി ക്രോസ് സി. ഇതിൻ്റെ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഇസ് എ ഡോട്ട് സി ഇൻറ്റു ബി മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു സി. ഇങ്ങനെയാണ് നമ്മുടെ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ. ഇതിനർത്ഥം ഇവിടുത്തെ ഈ വെക്ടർ ഉണ്ടല്ലോ, എ ക്രോസ് ബി ക്രോസ് സി, ഈ വെക്ടർ ഇസ് കോപ്ലാനാർ വിത്ത് ബി ആൻഡ് സി. കണ്ടോ, കോപ്ലാനാർ വിത്ത് ബി ആൻഡ് സി. ഡോട്ടിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന 2 വെക്ടേഴ്സുമായിട്ട് ഈ വെക്ടർ കോപ്ലാനാർ ആയിരിക്കും. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആവാരുടെ കൂടെയാ, ദിസ് ഇസ് പെർപെൻഡിക്കുലർ ടു എ വെക്ടർ. എ വെക്ടറിനോട് പെർപെൻഡിക്കുലറും ആയിരിക്കും. ഇതാണ് വെക്ടറിൻ്റെ ട്രിപ്പിൾ പ്രോഡക്റ്റ് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? ഡി വെക്ടർ ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ക്രോസ് സി. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഡി വെക്ടർ എന്ന് പറയുന്നത് എ ക്രോസ് ബി ക്രോസ് സി ആണ്. സോ ഇത് നമ്മുടെ ജനറൽ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഈ ഒരു വെക്ടർ ആരോടൊക്കെ കോപ്ലാനാർ ആവുക? ബി ആൻഡ് സിയുടെ കൂടെ ആയിരിക്കും കോപ്ലാനാർ ആവുക. സോ ഡി വെക്ടർ എന്ന് പറയുന്ന ആരുടെ കൂടെ കോപ്ലാനാർ ആയിരിക്കും? ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ട വെക്ടേഴ്സ് ഇല്ലേ, അവരുടെ കൂടെ കോപ്ലാനാർ ആയിരിക്കും. സോ ദിസ് ഗിവൺ വെക്ടർ ഇസ് കോപ്ലാനാർ വിത്ത് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും കൂടെയാണ് കോപ്ലാനാർ ആയിട്ടുള്ളത്. ഇനി പെർപെൻഡിക്കുലർ ആവുക ആരുടെ കൂടെയാ? പെർപെൻഡിക്കുലർ ആവുന്നത് നമ്മുടെ ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് നിൽക്കുന്ന വെക്ടർ ഇല്ലേ, ഇവിടെ അത് സി ആണ്. സോ ദിസ് ഇസ് പെർപെൻഡിക്കുലർ ടു സി. ഇനി നോക്കിയേ, സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡി ഇസ് കോപ്ലാനാർ വിത്ത് എ ആൻഡ് ബി. നമുക്ക് കിട്ടിയത് എന്താണ്? ദിസ് ഇസ് കോപ്ലാനാർ വിത്ത് എ ആൻഡ് ബി ആൻഡ് പെർപെൻഡിക്കുലർ ടു സി. സോ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ഇവിടെ കറക്റ്റ് ആണ്. സോ ബോത്ത് 1 and 2 ആർ ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 68th one. The position vectors of 3 points A, B and C are A, B, C. Small letter A, B, C ആണ് ക്യാപിറ്റൽ A, B, C എന്ന് പറയുന്ന വെക്ടേഴ്സിൻ്റെ പൊസിഷൻ വെക്ടർ. Such that 3A minus 4B plus C is equal to 0. What is AB is to BC? റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എ ബി വെക്ടറിൻ്റെയും ബി സി വെക്ടറിൻ്റെയും റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടുത്തെ പൊസിഷൻ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്? ഒ എ വെക്ടർ, ദാറ്റ് ഇസ് എ. അടുത്ത പൊസിഷൻ വെക്ടർ ഒ ബി വെക്ടർ എന്ന് പറയുന്നത് ബി ആൻഡ് ഒ സി വെക്ടർ ഇസ് സി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എ ബി ഈസ് ടു ബി സി ആണ്. എങ്ങനെ എ ബി വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക? എ ബി വെക്ടർ ഇസ് ഈക്വൽ ടു ഒ ബി വെക്ടർ മൈനസ് ഒ എ വെക്ടർ. പൊസിഷൻ വെക്ടേഴ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എ ബി വെക്ടർ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഒ ബി മൈനസ് ഒ എ. ഒ ബി ഇസ് ബി ആൻഡ് ഒ എ ഇസ് എ. സോ ബി മൈനസ് എ. എ ബി എന്താണ്? എ ബി എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. സിമിലർലി അടുത്തതാരാ? ബി സിനെ കാൽക്കുലേറ്റ് ചെയ്യണം. ബി സി വെക്ടറിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ബി സി ഇസ് ഒ സി മൈനസ് ഒ ബി. എപ്പോഴും ഈ സെക്കൻഡ് ടേം ഫസ്റ്റ് എഴുതുക, എന്നിട്ട് ഫസ്റ്റ് വൺ എഴുതുക. ഒ സി ഇസ്, ഒ സിയുടെ വെക്ടർ സി ആണ്, സി മൈനസ് ബി. അപ്പോൾ ബി സി വെക്ടറും കിട്ടി, അതുപോലെ തന്നെ എ ബി വെക്ടറും നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് എല്ലാം ഒരേപോലെ ആവണ്ടേ? നല്ല റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അതിന് നമുക്ക് ഈ തന്നിട്ടുള്ള ക്ലൂവിൻ്റെ സഹായം തേടാം. ദാറ്റ് ഇസ് 3A minus 4B plus C equal to 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് എയ്ക്കും ബിക്കും ഒരു റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയായി. എങ്ങനെ എഴുതാൻ പറ്റും ഇത്? സി നമുക്ക് എന്താ എഴുതാൻ പറ്റുമെന്ന്? സി ഇസ് ഈക്വൽ ടു, ഈ ടേംസ് ഒക്കെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ സൈൻ മാറും, 4B minus 3A എന്ന് കിട്ടും അല്ലേ? 4B minus 3 ആണ് നമ്മുടെ സി. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ബി സി വെക്ടർ നമുക്ക് കിട്ടിയിട്ടില്ലേ? ബി സി എന്ന് പറയുന്നത് സി മൈനസ് ബി ആണ്. അവിടെ നമുക്ക് ഈ സി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സി മൈനസ്, സിക്ക് പകരം 4B കേട്ടോ, സിക്ക് പകരം നമുക്ക് 4B minus 3A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് ബി. സോ 4B minus B ഈസ് 3B മൈനസ് ഇവിടെ 3A.
ഇപ്പോൾ ഇതാണ് നമ്മുടെ ബി സി. ഓക്കെ, ബി സിനെ എന്താക്കി മാറ്റി എഴുതി. ബി സി ഈസ് ഈക്വൽ ടു 3b മൈനസ് 3a എന്ന് കിട്ടി. എങ്ങനെയാണ് നമുക്കിത് കിട്ടിയത്? തന്നിട്ടുള്ള ഈ ക്ലൂവിൽ നിന്ന് നമ്മൾ സി ഈസ് ഈക്വൽ ടു 4b മൈനസ് 3 എന്ന് എഴുതി. എന്നിട്ട് ഇത് ബി സിയുടെ വെക്ടറിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ സി മൈനസ് ബി ആയിരുന്നു, സിക്ക് പകരം 4b മൈനസ് 3a കൊടുത്തപ്പോൾ 3b മൈനസ് 3 എന്ന് കിട്ടി. അപ്പം നോക്കിയേ, എ ബി ബി എ മൈനസ് എ ആണ്, ബി സി 3b മൈനസ് 3 ആണ്. അപ്പം തന്നെ നമുക്ക് റേഷ്യോയിലേക്ക് എത്താൻ പറ്റി. എങ്ങനെ റേഷ്യോ കണ്ടുപിടിക്കുക? റേഷ്യോ ആരുടെ റേഷ്യോക്ക് കണ്ടുപിടിക്കേണ്ടത്? എ ബി ഈസ് ടു ബി സി. എ ബി ആരാണ്? ബി മൈനസ് എ. ആൻഡ് ബി സി എന്താണ് ഇപ്പോൾ കിട്ടിയത്? 3b മൈനസ് 3a. ഇതിൽ നിന്ന് നമുക്ക് 3 കോമൺ ആയിട്ട് എടുക്കാമല്ലോ. സോ 3 ഇൻറ്റു ബി മൈനസ് എ എന്ന് എഴുതാം. 3 ഇൻറ്റു ബി മൈനസ് എ. ബി മൈനസ് എ ക്യാൻസലായി. ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദ റേഷ്യോ ഇസ് 1:3. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. 1:3 ആണ് നമ്മുടെ റിക്വയർഡ് റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The position vectors of 3 points A, B and C are small a, B and C. Okay, vector small a, B, C ആണ് position vectors of capital A, B, C. Where C vector തന്നിട്ടുണ്ട് cos square theta A plus sin square theta B. What is A cross B plus B cross C plus C cross A equal to? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എഴുതാം. തന്നിട്ടുള്ള C vector തന്നിട്ടുള്ളത് cos square theta into A vector പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ബി വെക്ടർ. ഈ ഫോമിലാണ് സി വെക്ടർ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പൊസിഷൻ വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും സിയും ഒക്കെ എന്താ പൊസിഷൻ വെക്ടേഴ്സാണ്. സോ ഒ എ വെക്ടർ ഇസ് ഈക്വൽ ടു എ, ദെൻ ഒ ബി വെക്ടർ എന്ന് പറയുന്നത് ബി ആണ്, ആൻഡ് ഒ സി വെക്ടർ എന്ന് പറയുന്നത് സി ആണ്. ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം എന്താ? എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് സി ആൻഡ് പ്ലസ് സി ക്രോസ് എ. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ 0 ആണോ 2c ആണോ 3c ആണോ യൂണിറ്റ് വെക്ടർ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ എ ക്രോസ് ബി. എ ക്രോസ് ബി നമുക്ക് വേറെ ക്ലൂ ഒന്നും തന്നിട്ടില്ല, സോ അങ്ങനെ തന്നെ എഴുതാം. പ്ലസ് അടുത്തത് ബി ക്രോസ് സി. സിക്ക് പകരം ആരെ എഴുതാം? തന്നിട്ടുള്ള വാല്യൂ എഴുതാം അല്ലേ. ബി ക്രോസ് സിക്ക് പകരം ആരെ എഴുതുന്നു നമ്മൾ? കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എ വെക്ടർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ബി വെക്ടർ. അടുത്തത് സി ക്രോസ് എ ആണ്. അവിടെ നമുക്ക് സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ബി. ഓക്കെ, ക്രോസ് ആരാണ്? ക്രോസ് എ വെക്ടർ. ഇനി നമുക്ക് ഇവരൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ. എ ക്രോസ് ബി പ്ലസ് ഇതെന്ത് ചെയ്യാം? ഇവിടെ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, അപ്പം നമുക്ക് അതിനെ ജസ്റ്റ് പുറത്തെടുക്കാൻ പറ്റും. കോസ് സ്ക്വയർ തീറ്റ പുറത്തെടുത്തിട്ട് ആരെഴുതാം? ബി ക്രോസ് എ. ദാറ്റ് ഇസ് ബി ക്രോസ് എ എന്ന് എഴുതാം. അടുത്തത് ആരെഴുതാം? എഗെയിൻ ഇത് ഇവിടെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് പുറത്തോട്ട് എടുക്കാം. പിന്നെ ബാലൻസ് ആരാണ്ടായിരിക്കുക? ബി ആൻഡ് ബി. ബി ക്രോസ് ബി വരും. അതേപോലെ അടുത്തതിൽ ഇവിടെ പുറത്ത് എ ഉണ്ട്, സോ കോസ് സ്ക്വയർ തീറ്റ നമ്മൾ പുറത്തെടുക്കുന്നു. ദെൻ എ ക്രോസ് എ എഗെയിൻ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് പുറത്തെടുക്കാം. ദാറ്റ് ഇസ് ബി ക്രോസ് എ. നമുക്ക് ഒരേ വെക്ടർ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. സോ എ ക്രോസ് എയും ബി ക്രോസ് ബി ഒക്കെ എന്തായി? 0 ആണ്. സോ ഈ കംപ്ലീറ്റ് ടേം 0 ആയി, ഈ കംപ്ലീറ്റ് ടേമും 0 ആയി. ഇനി അതേപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, എ ക്രോസ് ബിയും ബി ക്രോസ് എയും തമ്മിലുള്ള റിലേഷൻ. അത് തമ്മിലുള്ള റിലേഷൻ എന്താ? എ ക്രോസ് ബിയും ബി ക്രോസ് എയും ബി ക്രോസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ക്രോസ് ബി. ഇതാണ് റിലേഷൻ. ഓക്കെ, എ ക്രോസ് ബിയും ബി ക്രോസ് എയും തമ്മിലുള്ള റിലേഷൻ ആണ്. ബി ക്രോസ് എ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ ക്രോസ് ബി ആണ്. ആ ഒരു റിലേഷനും കൂടി നമുക്കറിയാം. ഇനി നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ക്രോസ് ബി ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ബി ക്രോസ് എ. പിന്നെ നമുക്ക് 0 അല്ലാത്ത മറ്റൊരു ടേം സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ബി ക്രോസ് എ ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ബി ക്രോസ് എ കോമൺ ആയത് കാരണം ഞാൻ ബി ക്രോസ് എനെ പുറത്തെടുക്കുന്നു. ബാലൻസ് ആരൊക്കെ വരിക? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ആൻഡ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ ഒന്നുകൂടി സിംപ്ലിഫൈ ആയിട്ട് എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് എ എന്നായി. ഇനി ഇതൊക്കെ വെക്ടേഴ്സ് ആണ്. സോ ഇനി നമുക്ക് എന്തെഴുതാം? ബി ക്രോസ് എക്ക് പകരം മൈനസ് ഓഫ് എ ക്രോസ് ബി എന്ന് എഴുതാം. സോ എ ക്രോസ് ബി മൈനസ് എ ക്രോസ് ബി. എന്താണ് ആൻസർ? 0 ഇസ് ദ ആൻസർ. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 0 വെക്ടർ ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 70th one. ലെറ്റ് എ ബി ആൻഡ് എ ക്രോസ് ബി ബി യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ മോഡുലസ് വാല്യൂ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. മോഡുലസ് ഓഫ് ദീസ് നമ്പേഴ്സ് ആർ 1. വാട്ട് ഈസ് എ ഡോട്ട് ബി ഈക്വൽ ടു? അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എ വെക്ടറിൻ്റെയും ബി വെക്ടറിൻ്റെയും എ ക്രോസ് ബിയുടെയും എല്ലാം മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് എ ഡോട്ട് ബിയും എ ക്രോസ് ബിയും തമ്മിലുള്ള റിലേഷൻ തന്നെ എടുക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി അല്ലെ, എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബി ദ ഹോൾ സ്ക്വയർ. എ ഡോട്ട് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു magnitude of a square into magnitude of b square.
ഇവിടെ എല്ലാം ഇത് മൂന്നും എന്താണ് 1 ആണ് മാഗ്നിറ്റ്യൂഡ്, യൂണിറ്റ് വെക്ടർ ആയത് കാരണം ഇതെല്ലാം 1 ആണ്. സോ ജസ്റ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 ഇൻറ്റു 1. സോ എ ഡോട്ട് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ -1 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ എ ഡോട്ട് ബി എന്ത് പറയാം? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ.